കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ICU പീഡന കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിത 5ാം ദിവസവും പ്രതിഷേധം തുടരുന്നു. സ്ഥലമാറ്റം റദ്ദു ചെയ്ത ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്നില്ല എന്ന പരാതി ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തുന്നത്. PB അനിതയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതുവരെ അവരോടൊപ്പം നിന്ന് സമരം തുടരുമെന്ന് അതിജീവിതയും വ്യക്തമാക്കി. 2023 മാർച്ച് 18-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICUവിൽ വെച്ച് യുവതി പീഡനത്തിനിരയായത്. സംഭവത്തിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സിംഗ് ഓഫീസറായിരുന്നു PB അനിത. വകുപ്പ് തല നടപടിയുടെ ഭാഗമെന്ന വാദമുയർത്തി ഇവരെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഇതിനെതിരെ PB അനിത ഹൈക്കോടതിയെ സമീപിച്ച് തിരികെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകണമെന്ന ഉത്തരവ് നേടി. എന്നാൽ ജോലിയിൽ പ്രവേശിക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർ അനുവദിക്കുന്നില്ലെന്നാണ് PB അനിതയുടെ ആരോപണം. ഇതിനെതിരെയാണിപ്പോൾ പ്രതിഷേധം തുടരുന്നത്. കോടതി അലക്ഷ്യത്തിൽ അനിത ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈക്കോടതിയുടെ വിധി ഇവരൊന്നും മാനിക്കുന്നില്ല എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ഏതായാലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. കോടതി അലക്ഷ്യത്തിന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സമരവുമായിട്ട് എൻ്റെ സംഘടന KGNU സംഘടന സമരം കടുത്ത നിലപാടിലേക്ക് സമരമായിട്ട് മുന്നോട്ട് പോകും. തനിക്ക് അനുകൂലമായി മൊഴി നൽകിയതിന്റെ പേരിൽ നഴ്സ് അനിതയോട് മെഡിക്കൽ കോളേജ് അധികൃതർ കാണിക്കുന്നത് അനീതിയാണെന്നും നഴ്സിനെ തിരിച്ചെടുക്കുന്നതുവരെ അവരോടൊപ്പം നിന്ന് സമരം നടത്തുമെന്നും അതിജീവിത പറഞ്ഞു. അവർക്ക് ജോലി തിരികെ പ്രവേശിക്കുന്ന അവർ കൂടെ ഈ പ്രതിഷേധത്തിന് ഞാൻ ഉണ്ടാകും. ഞാനൊരു സാധാരണ സ്ത്രീയായിട്ടാണ് ഇവിടെ വന്നത്. അപ്പം എന്നെ ഒരു NGO യൂണിയൻകാരന് പീഡിപ്പിച്ചു. പക്ഷേ അതിൽ അവർ അയാളെ അയാൾക്കുള്ള ശിക്ഷ കൊടുക്കാതെ ഇപ്പോഴും എന്നെയാണ് ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതേസമയം സർക്കാരിൽ നിന്ന് അറിയിപ്പ് ലഭിക്കാതെ പുനർനിയമനം നൽകാനാവില്ലെന്നാണ് DMAയുടെ വിശദീകരണം. സ്ഥലം മാറ്റം റദ്ദു ചെയ്ത ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ അപ്പീൽ നൽകാനുള്ള നീക്കത്തിലാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്.